നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ വെച്ചായിരുന്നു നിന്നിരുന്നത്. ദാറ്റ് ഈസ് ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം പെർ മോളിക്യൂൾ പെർ സെക്കൻഡ്. അതായത് ഒരു മോളിക്യൂളിന്റെ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 2mc²/L ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് നോക്കാലോ. ലെറ്റ് ദ ഇൻഡിവിജ്വൽ വെലോസിറ്റി ഓഫ് മോളിക്യൂൾസ് 1 to n be respectively c1, c2, c3 up to cn. അതിൽ ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂൾസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് c1, c2, c3 up to cn ആണെങ്കിൽ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം ഫോർ n മോളിക്യൂൾസ്. n മോളിക്യൂൾസിന്റെ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടാൻ എന്ത് ചെയ്യണം? ഓരോരുത്തരുടെയും ചേഞ്ച് ഇൻ മൊമെന്റം ആഡ് ചെയ്യണം. അതിൻ്റെ അകത്ത് ഓരോരുത്തരുടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ കിട്ടുന്നത്? 2mc1²/L. അത് ഫസ്റ്റ് മോളിക്യൂളിൽ ചേഞ്ച് ഇൻ മൊമെന്റം പ്ലസ് 2mc2²/L പ്ലസ് അപ് ടു 2mcn²/L വരെ ചെയ്യണം. ഇനി ഇതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ അറിയാം, ഇവിടെ കോമൺ ആയിട്ടുള്ള ഏതാണ്? 2m/L. ആ 2m/L പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2m/L ഇൻറ്റു c1² പ്ലസ് c2² അപ് ടു cn². ഇനി ഞാൻ ഇതിനെ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും അതുപോലെ തന്നെ n വെച്ച് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. n എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് വരും? നമുക്കിതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 2mn/L ഇൻറ്റു c1² പ്ലസ് c2² പ്ലസ് അപ് ടു cn² ഡിവൈഡഡ് ബൈ n. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2mn/L ഇൻറ്റു u². ഇവിടെ യുവിനെ പറയുന്ന പേരാണ് RMS വെലോസിറ്റി. RMS വെലോസിറ്റിയുടെ ഫുൾ ഫോം എന്താണ്? റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റിയുടെ മീൻ ഓഫ് സ്ക്വയേഴ്സ്. വെലോസിറ്റിയുടെ സ്ക്വയേഴ്സിന്റെ മീനിന്റെ റൂട്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ സ്ക്വയറിന്റെ മീനിനെ നമുക്ക് എങ്ങനെ എഴുതാം? c1² പ്ലസ് c2² പ്ലസ് അപ് ടു cn² ഡിവൈഡഡ് ബൈ n. അതാണ് ആവറേജ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് വെലോസിറ്റി. അതിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് c1² പ്ലസ് c2² അപ് ടു cn² ഡിവൈഡഡ് ബൈ n ആയിരിക്കും റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി അല്ലെങ്കിൽ u എന്ന് പറയുന്നത്. ഇനി ഈ യുവിന്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? c1² പ്ലസ് c2² പ്ലസ് അപ് ടു cn² ഡിവൈഡഡ് ബൈ n. അതല്ലേ ഇത്? c1² പ്ലസ് c2² അപ് ടു cn² ബൈ n. അതുകൊണ്ട് നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2mn u²/L എന്ന് എഴുതാം. സോ അതാണ് ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം ഫോർ n മോളിക്യൂൾസ്. ഇനി ദിസ് ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു ഫോഴ്സ്. ഇത് എന്തിന് ഇക്വലന്റ് ആണ്? ഫോഴ്സിന് ഇക്വലന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? F is equal to 2mn u²/L എന്ന് എഴുതാം. ഇനി നമുക്ക് ഫോഴ്സ് അറിയാമെങ്കിൽ പ്രഷർ കണ്ടുപിടിക്കാൻ എന്താ വേണ്ടേ? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. നമ്മൾ എടുത്തേക്കുന്ന ഒരു ക്യൂബ് ആണല്ലേ. ക്യൂബിന് 6 ഫേസസ് ആണുള്ളത്. ഇതിന്റെ ഒരു ഫേസിന്റെ ഏരിയ എത്രയായിരിക്കും? ഒരു ഫേസ് അതിന്റെ ലെങ്ത് L ആണെങ്കിൽ ഒരു ഫേസിന്റെ ഏരിയ L² ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 6 ഫേസസിന്റെ ഏരിയ എത്രയായിരിക്കും? ഏരിയ ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു L² അല്ലെങ്കിൽ ഏരിയ 6L² ആണ്. വോളിയം എന്താണ്? L³ ആയിരിക്കും. സോ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് എന്തായിരുന്നു? P ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്താണ്? 2mn u²/L ഇൻറ്റു A. ഫോഴ്സ് ബൈ ഏരിയ. ഇനി ഏരിയ നമുക്ക് എത്രയാ? 6L². അപ്പോൾ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ 2mn u² ഡിവൈഡഡ് ബൈ L ഇൻറ്റു 6L². സോ ഇത് ക്യാൻസൽ ആയി പോകും. 6ഉം 2ഉം ക്യാൻസൽ ആയി പോയി 3 വരും ഇവിടെ. അപ്പോൾ എന്ത് കിട്ടും? mn u²/3L³ അവിടെ 3L³ വരും. mn u²/3L³ വന്നു. ഇനി L³ എന്താണ്? ദാറ്റ് ഈസ് വോളിയം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? mn u²/3V എന്ന് എഴുതാം. ബിക്കോസ് L³ ഈസ് ദ വോളിയം. സോ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതാം? ഈ V എനിക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നാൽ PV is equal to 1/3mn u² എന്ന് കിട്ടും. This is our final equation. Or P is equal to 1/3mn u²/V is the pressure of an ideal gas. ഒരു ഐഡിയൽ ഗ്യാസിന്റെ പ്രഷർ ആണെന്ത്? That is mn u²/3V എന്ന് പറയുന്നത്.
ഇതിനെയാണ് നമ്മൾ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് നോൺ ആസ് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഫോർമുലയാണ്. ജസ്റ്റ് ആ ഡെറിവേഷൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഫോർ 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് വി ഹാവ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? PV = nRT ആണ്. അതിൽ n = 1, അതായത് 1 mole ഓഫ് ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? PV = RT എന്ന് എഴുതാം. ദെൻ ഇപ്പൊ നമ്മൾ പഠിച്ച കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്താണ്? PV = 1/3 mNu². ഇവിടെ n നോട്ട് എടുത്തു. എന്തുകൊണ്ടാ? ഫോർ n is equal to 1, that is 1 mole ആണെങ്കിൽ number of particles എന്തായിരിക്കും? It will be equal to n0, which is the Avogadro number. So നമുക്ക് എങ്ങനെ എഴുതാം? PV = 1/3 mNu² എന്ന് എഴുതാം. ഇനി ഞാൻ ആ ഇക്വേഷനെ PV = 1/3 mNu² 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അതിനെ എന്നിട്ട് ഞാൻ റീഅറേഞ്ച് ചെയ്ത് എഴുതി. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2/3 × 1/2 mNu² എന്ന് കിട്ടും. ഇനി ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഇക്വേഷൻ എനിക്ക് റീഅറേഞ്ച് ചെയ്ത് 2/3 EK എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റുന്നത്? ഇതിൻ്റെ അകത്ത് 1/2 mNu² എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി അല്ലേ? ½ mv² ആണ് നമ്മൾ പഠിച്ചേക്കുന്നത് കൈനറ്റിക് എനർജി. ഇവിടെ വെലോസിറ്റി എത്രയാണ്? u² ആണ് അല്ലെ? RMS വെലോസിറ്റി നമ്മൾ എടുത്തേക്കുന്നത്. സോ ½ mU² ആണ് കൈനറ്റിക് എനർജി ഓഫ് 1 മോളിക്യൂൾ. ഇവിടെ എത്ര മോളിക്യൂൾ ഉണ്ട്? N0 മോളിക്യൂൾ ഉണ്ട്. അവരുടെ എല്ലാവരുടെയും ടോട്ടൽ ആയിട്ടുള്ള കൈനറ്റിക് എനർജി നമുക്ക് അപ്പം എന്ത് എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു ½ mNu², N0U², വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ EK. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? PV = 2/3 EK എന്ന് എഴുതാം. ഇനി നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്തായിരുന്നു? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = RT ഫോർ 1 mole. അങ്ങനെയാണെങ്കിൽ PV റീപ്ലേസ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് എഴുതാം? RT = 2/3 EK. ഇനി ഇതിൽ നിന്ന് എന്തെഴുതാം? EK ഉണ്ട്. കൈനറ്റിക് എനർജി = ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ 3/2 RT. സോ ദ ആവറേജ് കൈനറ്റിക് എനർജി ഫോർ 1 mole is equal to 3/2 RT. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് എന്ത് കിട്ടും? ദിസ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പെർ മോൾ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കെൽവിൻ ടെമ്പറേച്ചർ. കൈനറ്റിക് എനർജി എന്തിനാണ് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത്? ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ്, ഐഡിയൽ ഗ്യാസ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഇറ്റ് ഈസ് ഓൺലി പ്രൊപ്പോർഷണൽ ടു ദ കെൽവിൻ ടെമ്പറേച്ചർ. അത് കെൽവിൻ ടെമ്പറേച്ചറിന് മാത്രമാണ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആവറേജ് കൈനറ്റിക് എനർജി കൺസിഡർ ചെയ്യുന്നത്? കാരണം ഒരു ഗ്യാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടായിരുന്നു ഒത്തിരി നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അവരുടെ എല്ലാവരുടെയും വെലോസിറ്റി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് കൈനറ്റിക് എനർജിയും ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമ്മൾ അവരുടെ ആവറേജ് കൈനറ്റിക് എനർജിയാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓൺലി ടെമ്പറേച്ചറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തെ വെച്ച് തന്നെ പല രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. നമ്മളിത് ആവറേജ് കൈനറ്റിക് എനർജി പെർ മോൾ ആണ് കണ്ടത്. ദെൻ ദ ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ കണ്ടുപിടിക്കാനായിട്ട് ഒരു മോളിന്റെ നമ്മൾ EK ആണെന്ന് കണ്ടല്ലേ? EK = 3/2 RT ആണെന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഒരു മോളിക്യൂളിന്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അവഗാഡ്രോ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 3 RT/2 N0, where N0 is the Avogadro number. Avogadro number എത്രയാണ് നമുക്കറിയാം? 6.022 × 10⁻23. ഇനി ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ 3/2 × R/N0 × T എന്ന് എഴുതാം. ഇവിടെ ഈ R/N0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ്. കാരണം R എന്താ ഒരു കോൺസ്റ്റന്റ്. എത്രയാണ്? 8.314 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് പെർ മോൾ. അതുപോലെ തന്നെ N0യും എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് 6.022 × 10⁻23 മോൾ ഇൻവേഴ്സ്.
മോൾ ഇൻവേഴ്സ് ക്യാൻസലായി. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ 1.38 ഇൻറ്റു 10⁻⁻23 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് ഓർ ജൂൾ പെർ മോൾ. ഈ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോൾസ്മാൻ കോൺസ്റ്റന്റ്. ബോൾസ്മാൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ കെ. കെ വെച്ചാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 3/2 kT. 3/2 kT is for one molecule. Average kinetic energy of a molecule is 3/2 kT. Then average kinetic energy per mole എന്താണ്? 3/2 RT ആണ്. സോ ഇത്രയാണ് നമുക്ക് കൈനറ്റിക് എനർജിയെ പറ്റി നോക്കാനായിട്ടുള്ളത്.